നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2026 ജൂൺ 22 ബുധൻ രാശി മാറുകയാണ്. അതായത് മിഥുന രാശിയിൽ ഇപ്പോൾ സൂര്യനോടൊപ്പം സഞ്ചരിക്കുന്ന ബുധൻ കർക്കടക രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നു. ജൂൺ 20 തന്നെ ചൊവ്വ ഇടവരാശിയിലേക്ക് കടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സാമ്പത്തികമായ കാര്യങ്ങളിൽ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ബുധൻ്റെ മാറ്റമാണ് ഈ സാമ്പത്തിക ഇടപാടുകളെ ബാധിക്കാൻ സാധ്യതയുള്ളത്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാരുടെ ബുധ മാറ്റം കൊണ്ടുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കർക്കടകൻ രാശി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ആധിപത്യമുള്ള രാശിയാണ്. ബുധന് ചന്ദ്രനുമായിട്ടൊരു ശത്രുതയുണ്ട്. അതായത് ബുധൻ്റെ രശ്മിബലവും ചന്ദ്രൻ്റെ രശ്മിബലവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിംഗ് നേച്ചറാണ്, പരസ്പരം എതിർക്കുന്ന ഒരു നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുധന് കർക്കടകത്തിലെ സഞ്ചാരം ഒട്ടും തന്നെ ഹിതകരമല്ല. എന്ന് പറഞ്ഞാൽ ബുധന് കർക്കടക രാശി എന്ന് പറയുന്നത് അനുയോജ്യമായ ഒരു രാശിയല്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ദോഷഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബുധൻ്റെ കാരകത്വം പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം നമുക്ക് നോക്കാം. വിദ്യാവിജ്ഞാനവാണി ഗണിതലിപികല ശുക്തിയുക്തി ത്വഗിജ്യ സ്വശ്രീയാമാതുലാദ്യ വിനയഹരിവിവാദാര്യ ചാതുര്യ ശിഷ്യ പത്രം മിത്രം ച ശാസ്ത്രാധ്യയന ഗൃഹസതീർത്ഥാഗമാചാര്യകാവ്യ ഗ്രന്ഥാമന്ത്രോപവാസ്യാദ്യവി വികിരബുധ രാമകൃഷ്ണാദയോജ്ഞാൽ എന്നിങ്ങനെയാണ് ബുധൻ്റെ കാരകത്വം പറഞ്ഞിട്ടുള്ളത്. അതായത് ഗണിതം, സാമ്പത്തിക ഇടപാടുകൾ, കച്ചവടം, ബാങ്കിങ്, ധനകാര്യ ഇടപാടുകൾ, കമ്മീഷൻ വ്യവസ്ഥയിലുള്ള കാര്യങ്ങൾ, ഏജൻസികൾ, രേഖകൾ ഒപ്പിടൽ, ഡിജിറ്റൽ പേയ്മെൻറ്റ്, ബാങ്കുമായിട്ട് ഇടപാട് നടത്തുന്ന എഗ്രിമെൻറ്റുകളും ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതൊക്കെ, അത്യാവശ്യ യാത്രകളുടെ ബുക്കിങ്, ഇതെല്ലാം ബുധൻ്റെ കാരകത്വത്തിലാണ് വരുന്നത്. പിന്നെ നാഡീവ്യൂഹം, ത്വക്ക്, വായ, നാക്ക്, ശ്വാസകോശം, ഈ ശരീരഭാഗങ്ങളും ബുധൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. ബുധൻ കർക്കടകത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും ശനിയുമായിട്ട് ചേർന്ന് ഒരു നവപഞ്ചമ രാജയോഗം ഫോം ചെയ്യുന്നുണ്ട്. ഇത് മോശമാണോ എന്ന് ചോദിച്ചാൽ ബുധൻ്റെ സ്ഥാനം മോശമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഗുണത്തെക്കാളേറെ ചില ദോഷഫലങ്ങളൂടെ ചെയ്യും. പ്രത്യേകിച്ച് ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് പറഞ്ഞാൽ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഇപ്പോൾ കർക്കടക രാശിയിലുള്ള വ്യാഴവും ശുക്രനുമായിട്ട് യോഗം ചെയ്യുന്നതും ചില നക്ഷത്രക്കാർക്ക് കുറച്ച് ഗുണാനുഭവം നൽകിയേക്കാം. അതായത് ധനവരവ് വർദ്ധിക്കാൻ സഹായകമായേക്കാം. പക്ഷേ ബുദ്ധിയുടെ ഗ്രഹമായ ബുധൻ അനിഷ്ടകരമായ രാശിയിലായതുകൊണ്ട് ഈ ലഭിക്കുന്ന പണമുണ്ടല്ലോ, ഭാഗ്യാനുഭവം മൂലമാണെങ്കിലും അധ്വാനം കൊണ്ടാണെങ്കിലും ലഭിക്കുന്ന പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ നക്ഷത്രക്കാരും ഈ ബാങ്ക് ഇടപാടുകൾ, ഓൺലൈൻ പണമിടപാടുകൾ, ഡിജിറ്റൽ പേയ്മെൻ്റ് ഉണ്ട്, ഗൂഗിൾ പേ പോലുള്ള പ്ലാറ്റ്ഫോമിൽ കൂടെയുള്ള പേയ്മെൻറ്റുകൾ എന്നിവയിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഈ ഓൺലൈനിൽ കൂടെ സാധനങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒറിജിനൽ സൈറ്റാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ ബുക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിനൊരു കാരണം കൂടെയുണ്ട്. രാഷ്ട്രീയ ജ്യോതിഷം അനുസരിച്ച് ബുധൻ്റെ കർക്കടകൻ രാശിയിലെ സഞ്ചാരം നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഒന്നും അത്ര ഗുണകരമല്ല. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം, നഷ്ടങ്ങളുണ്ടാകാം, പിന്നെ കരാർ റദ്ദാക്കൽ ഉണ്ടാകാം. അതുപോലെ തന്നെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രോഗദുരിതങ്ങൾ, കഫജന്യ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങളൊക്കെ വർദ്ധിക്കാവുന്ന സമയമാണ്. രാഷ്ട്രീയപരമായ വിവാദങ്ങൾ ഉയർന്ന് വന്നേക്കും. പ്രകൃതി ദുരന്ത സാധ്യതകളും നമ്മൾ കരുതേണ്ടതുണ്ട്. ഈ ബുധൻ ചന്ദ്രൻ്റെ രാശിയിൽ സഞ്ചരിക്കുന്ന സമയം വിദ്യാരംഭത്തിനോ അതുപോലെ നിയമപരമായ നടപടികൾ ആരംഭിക്കാനോ ഒന്നും അനുയോജ്യമായ സമയമല്ല. ഇതുകൊണ്ട് തന്നെ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുന്നതിന് മുമ്പ് എല്ലാവരും അത് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. വ്യക്തിപരമായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ പറയേണ്ടത്. ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുന്നതിന് മുമ്പ് നന്നായിട്ട് വായിച്ചു നോക്കണം, എഗ്രിമെൻറ്റും കണ്ടീഷൻസും എല്ലാം. ബാങ്കിങ്, കൊമേഴ്സ് പ്രൊഫഷണലുകൾ കൃത്യമായിട്ട് രേഖകൾ പരിശോധിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ UPI ഇടപാട്, നമ്മുടെ ഗൂഗിൾ പേ, പേടിഎം, ആമസോൺ പേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബാങ്ക് ട്രാൻസ്ഫറുകളെയും ബുധൻ്റെ മാറ്റം ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്തുണ്ടാകുന്ന ചെറിയ പിഴവുകൾ പോലും ഭാവിയിൽ സാമ്പത്തിക ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും. വെറുതെ പണം പോവുക, സാധനങ്ങൾ കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെ വന്നാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ നക്ഷത്രക്കാർക്കും ഏതൊക്കെ ഇനങ്ങളിലാണ് ഈ
സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നുള്ളത് സൂചിപ്പിച്ചാണ് വീഡിയോ ഇടുന്നത്. ആദ്യം നമുക്ക് നോക്കാനുള്ളത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ പാദം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറിൻ്റെ ഫലമാണ്. ഈ ചിങ്ങക്കൂറിൻ്റെ ബുധമാറ്റം കൊണ്ടുള്ള ഫലങ്ങൾ നോക്കുമ്പോൾ ഗൃഹോപകരണങ്ങൾക്ക് ഈ മാസം കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മാസം എന്ന് പറഞ്ഞാൽ അടുത്ത 2 ആഴ്ചയാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ. പ്രതിസന്ധികളെ അതിജീവിക്കാനൊക്കെ സാധിക്കും. വിശ്രമം കുറഞ്ഞിരിക്കും. സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യാനായിട്ട് ആലോചിക്കും. പക്ഷേ വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളെ മാത്രമേ കൂട്ടത്തിൽ ചേർക്കാവുള്ളൂ. വാഗ്ദാനങ്ങൾ നൽകി അബദ്ധത്തിൽ ചാടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വിശ്രമം കുറയുന്നതാണ്. ആരോഗ്യപരമായി പൊതുവെ അനുകൂലമല്ല. സാമ്പത്തികപരമായ വിഷമതകൾ അലട്ടാനും സാധ്യതയുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. മേലധികാരികൾ, മുതിർന്ന സഹപ്രവർത്തകർ എന്നിവരിൽ നിന്ന് സഹായം ലഭിച്ചേക്കും. ബന്ധുജന ഗുണം വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ നേരത്തെ അകന്നു നിന്ന് ചില ബന്ധുക്കൾ അടുത്തു വരാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാജന്യ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ജീവിത പങ്കാളിയെ ലഭിക്കാനും യോഗമുണ്ട്. ബിസിനസ്സുകളിൽ നിന്ന് സാമാന്യ നേട്ടമുണ്ടായേക്കും. വ്യവഹാര വിജയവും ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. യാത്രകളും അലച്ചിലുകളും വർദ്ധിക്കും. ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മകം പൂരം ഉത്രം ആദ്യപാദം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പരസ്യങ്ങൾ മുഖേന കബളിപ്പിക്കലോ ധനനഷ്ടമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈറ്റുകളൊക്കെ കൃത്യമാണോ, ശരിയായ സൈറ്റുകളിലാണോ നമ്മൾ ഈ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, ഇത് ശരിക്കും അതാത് കമ്പനികളുടെ സൈറ്റുകളാണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട്. 1 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും നമ്മുടെ അധ്വാനം കൊണ്ടുണ്ടാക്കുന്ന പണമാണ്. അത് വെറുതെ പോയാൽ നമുക്ക് എത്രയാണെങ്കിലും മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുമാത്രമല്ല, നമ്മൾ കബളിപ്പിക്കപ്പെടുന്നത് നമുക്ക് ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. വളരെ നമ്മുടെ ആത്മാവിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സന്തോഷത്തോടെ ചെയ്തിട്ടൊരു കാര്യത്തിൽ അബദ്ധം പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ എന്തെങ്കിലും സാധനങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഈ മകം പൂരം ഉത്രം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഓൺലൈൻ വാലറ്റുകളിൽ പണം നിക്ഷേപിക്കുമ്പോഴും അതുപോലെ ഓൺലൈൻ ലോൺ ആപ്പുകളിൽ നിന്നൊക്കെ പണം എടുക്കുമ്പോഴും വളരെയേറെ ശ്രദ്ധ വേണം. ഈ ബ്ലേഡ് കമ്പനികൾ പോലുള്ള നമ്മുടെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആപ്പുകളിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. അടുത്തത് നമുക്ക് ഉത്രത്തിൻ്റെ അവസാന 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരുടെ അടുത്ത 2 ആഴ്ചത്തെ പ്രത്യേക ഫലങ്ങൾ നോക്കാം. അവർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടാൻ സാധിക്കും. ബിസിനസ് പൊതുവേ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ അവർക്ക് ഔഷധങ്ങളിൽ നിന്ന് അലർജി പിടിപെടാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഡോക്ടറെ കാണാതെ മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതി വാങ്ങിച്ചിട്ട് മരുന്ന് വാങ്ങിക്കുക. എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു സമയത്ത് ഔഷധം മുഖേന അലർജി ഉണ്ടാകാം. ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. മറ്റുള്ളവരെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് മനോവിഷമത്തിന് കാരണമാകും. അവിചാരിതമായിട്ട് ചില പണച്ചെലവുകൾ ഉണ്ടാകും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകാൻ യോഗമുണ്ട്. കുടുംബസൗഖ്യവും ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പങ്ങൾ വേറെ ഒന്നും ഇല്ല, ഈ അലർജി ഒഴികെയുള്ളത്. തൊഴിൽപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. കുടുംബത്തിൽ സന്താന ജനനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സന്തോഷകരമാണ്. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ ഉണ്ടാകുന്നതുകൊണ്ട് വിഷമിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കും. യാത്രകൾ കൂടുതൽ വേണ്ടിവരും. വിദേശ തൊഴിൽ ശ്രമത്തിൽ വിജയമുണ്ടായേക്കും. പക്ഷേ വിദേശയാത്രയ്ക്കുള്ള പണച്ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കലാപരമായ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾക്കായിട്ട് പണച്ചെലവ് ഉണ്ടാകാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം. സുഹൃത്തുക്കളുടെ വാക്ക് മാത്രം കേട്ട് ഒരു സംരംഭത്തിലും പണം മുടക്കരുത്. നന്നായി അന്വേഷിച്ച ശേഷം മാത്രമേ ഏതെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിലും സുഹൃത്തുക്കളുടെ വാക്കുകൾ മാത്രം കേട്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പരിചയപ്പെടുത്തി തരുന്ന ഏജൻറ്റിൻ്റെ വാക്ക് മാത്രം കേട്ട് ഒരു സംരംഭത്തിലും പണം മുടക്കരുത്. എല്ലാ കാര്യത്തിലും നന്നായിട്ട് അന്വേഷിക്കണം. ഇപ്പം നമുക്ക് ഗൂഗിൾ ജെമിനി ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്. ഏതിലും നമുക്ക് കയറി നോക്കാം. ലോകം മുഴുവനുള്ള കമ്പനികളുടെയൊക്കെ വിവരങ്ങൾ നമുക്ക് അതിനകത്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കോഴ്സിനൊക്കെ ചേരുകയാണെങ്കിൽ, എന്തെങ്കിലും ബിസിനസ് സംബന്ധമായ കോഴ്സിനൊക്കെ ചേരുകയാണെങ്കിൽ അതിൻ്റെ ഒരു ജെനുവിനിറ്റി അല്ലെങ്കിൽ കൃത്യത നമുക്ക് അന്വേഷിച്ചറിയാനായിട്ട് ഗൂഗിൾ മുഖേന നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അതുകൊണ്ട് തന്നെ ഈ അബദ്ധം പറ്റാതെ ശ്രദ്ധിക്കണം. അതായത് സംരംഭത്തിൽ പണം മുടക്കി നഷ്ടപ്പെട്ടു പോകാതെ ശ്രദ്ധിക്കണം. അതാണ് പ്രധാനമായിട്ട് അവർ നോക്കേണ്ടത്. പ്രധാന തീരുമാനങ്ങൾ പലതും മാറ്റിവെക്കേണ്ടി വരും. പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത്, ബന്ധുക്കൾ കടം വാങ്ങിയ തുക തിരികെ തന്നേക്കും. നിക്ഷേപങ്ങളുടെ പലിശ വരുമാനവും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രതീക്ഷിക്കാം.
തൊഴിലുടമകൾ, മേലധികാരികൾ എന്നിവരിൽ നിന്ന് അനുകൂലമായ പെരുമാറ്റം ഉണ്ടാകാനും യോഗമുണ്ട്. കൂടുതലും നല്ല അനുഭവങ്ങളാണെങ്കിലും ബുധൻ്റെ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ സംരംഭങ്ങളിൽ പണം മുടക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന തുലാക്കൂറുകാരുടെ ഫലമാണ്. ഇവർക്ക് ധനപരമായ ആവശ്യം ഉണ്ടാകും. പണയം, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ തുടങ്ങിയവയിൽ നിന്ന് പണം കണ്ടെത്താൻ സാധിക്കും. ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അകൽച്ച കുറയുന്നതാണ്. ആരോഗ്യ വിഷമതകളും കുറയും. അവിചാരിതമായിട്ട് യാത്രകൾ ചെയ്യേണ്ടി വരും. അതിന് ചെലവും ഉണ്ടാകും. സാമാന്യമായ മാനസിക സന്തോഷം ഉണ്ടാകുന്ന സമയമാണ്. സുഹൃത്തുക്കൾ ഒത്തുചേരാൻ സാധ്യതയുണ്ട്. വീടിന് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. തടസ്സങ്ങൾ മാറിയിട്ട് ബിസിനസ്സിലും അതുപോലെ ഏജൻസിയിലും ഒക്കെ കുറച്ച് പണം വന്നു തുടങ്ങുന്ന സമയമാണ്. പുണ്യസ്ഥല സന്ദർശനം നടത്താൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ചിലപ്പം ജോലി സ്ഥലത്ത് നിന്ന് അവധിയെടുക്കാനും സാധ്യതയുണ്ട്. യാത്രയ്ക്കായിട്ട് പണച്ചെലവുണ്ടാകും. ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടായിട്ട് ചികിത്സിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ആശ്വാസം ലഭിക്കും. ബിസിനസ്സിൽ പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കും. ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് മാറി ഒരെണ്ണം ചെയ്യാനായിട്ട് പലരും ആലോചിക്കുന്ന സമയമാണ്. ബുധൻ മാറ്റം വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ചിന്തകളിലേക്ക് മനസ്സ് മാറും. കുറച്ചുകൂടെ മെച്ചപ്പെട്ട ലാഭം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ നിങ്ങളെ പ്രലോഭിപ്പിക്കും. എന്നാൽ സുഹൃത്തുക്കളുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ബിസിനസ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഇതേ മേഖലയിൽ, നിങ്ങൾ ബിസിനസ് ആരംഭിക്കാൻ പോകുന്ന മേഖലയിൽ തന്നെ നിങ്ങളുടെ ചില സുഹൃത്തുക്കളും ഉണ്ടായിരിക്കും. അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സന്താനങ്ങൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിച്ചേക്കും. അതിനു വേണ്ടിയിട്ട് കുറച്ച് പണച്ചെലവുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല ഉത്തരവുകൾ ലഭിക്കാൻ യോഗമുണ്ട്. ചെറിയ തോതിൽ അലസത ഉണ്ടായേക്കാം. ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ചിത്തിരയുടെ അവസാന 2 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവർ ലോണുകൾ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ രജിസ്റ്റേർഡ് ബാങ്കുകൾ പോലെ വിശ്വസ്തമായ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ലോൺ എടുക്കുക. ഓൺലൈൻ വായ്പ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ പലിശ നിരക്ക് സംബന്ധിച്ചും നമ്മുടെ റീപേയ്മെൻ്റ് ഉണ്ടല്ലോ, പണം തിരിച്ചടയ്ക്കുന്നത്, അതിൻ്റെ കണ്ടീഷൻ സംബന്ധിച്ചും കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ ആ ബാങ്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കാണിച്ച് വായിച്ച് നോക്കിയിട്ടേ എടുക്കാവുള്ളൂ. അത്യാവശ്യമുണ്ട്, മൊബൈലിൽ 2 ക്ലിക്ക് ചെയ്താൽ നമുക്ക് 50,000 രൂപ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി എടുത്താൽ ഈ 50,000 5 ലക്ഷം ആകാൻ അധികം താമസമൊന്നും വേണ്ട. പല ആപ്പുകളും അങ്ങനെ നമ്മളെ ഇട്ട് വലയ്ക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. വിശ്വസ്തമായ കമ്പനികളും ഉണ്ട്. ആ വിശ്വസ്തമായ കമ്പനികളിൽ നിന്ന് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ബാങ്കിൽ പോയിട്ട് എടുക്കുക. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് നമുക്ക് വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർ വൃശ്ചികക്കൂറിലാണ് വരുന്നത്. അവരുടെ അടുത്ത 2 ആഴ്ചത്തെ ഫലങ്ങൾ നോക്കുമ്പം ഇവർക്ക് ബന്ധുജനങ്ങളുമായിട്ട് കുറച്ച് അകൽച്ചയൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ അകന്നു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. പഠനകാര്യത്തിൽ അലസത ഉണ്ടാകാം. വാതജന്യ രോഗങ്ങൾ കുറയുന്നതാണ്. അതുപോലെ വിവാഹ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വരാം. ബിസിനസ് മുഖേന ധനനഷ്ടവും ഉണ്ടാകാം. ഭക്ഷണ സുഖം കുറയുന്ന സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും കുറയാം. എന്നാൽ കേസുകളിലും വ്യവഹാരങ്ങളിലുമൊക്കെ വിജയം ലഭിക്കും. ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ ഒരു സമയത്ത് ആവശ്യത്തിലധികം മാനസിക സംഘർഷം ഉണ്ടായേക്കാം. വിശ്രമം കുറയുന്നതാണ്. ധനപരമായ ചിലവുകൾ കുറച്ച് വർദ്ധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നീട് ഉപയോഗമില്ലാത്ത വസ്തുക്കൾക്കായിട്ട് പണം ചെലവിടാൻ സാധ്യതയുള്ള സമയമാണ്. അത് ശ്രദ്ധിക്കണം. നമുക്ക് ഉപയോഗമില്ലാത്തൊരു സാധനത്തിന് വേണ്ടി നമ്മൾ വെറുതെ പണം മുടക്കിയിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. അടുത്ത ബന്ധുക്കളുമായിട്ട് നിലനിന്നിരുന്ന സാമ്പത്തിക തർക്കത്തിന് ഒരു അവസാനം ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പൈതൃക സ്വത്ത് ഭാഗം വെക്കാനുള്ള ആവശ്യം ഉയർന്നേക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വലിയ കുടുംബമൊക്കെ ആണെങ്കിൽ പല പല ബന്ധുക്കളും ഞങ്ങൾക്ക് ഈ സ്വത്തിൻ്റെ ഭാഗം വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാം. അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നാകാം ആവശ്യം ഉന്നയിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ചില കൊച്ചുമക്കളിൽ നിന്നാകാം. അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മക്കളോ അതിൻ്റെ മക്കളോ ഒക്കെ ആകാം ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അതിനായിട്ടുള്ള തുക പെട്ടെന്ന് കണ്ടെത്താനായിട്ട് ബന്ധുക്കളുടെ സഹായം തേടേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വത്ത് ഭാഗം വെക്കുന്നതിന് കൃത്യമായ പ്ലാൻ തയ്യാറാക്കി അതിരുകളൊക്കെ ഉറപ്പുവരുത്തി മാത്രമേ ചെയ്യാവുള്ളൂ. രജിസ്ട്രേഷനും കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്.
അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ചെയ്യണം. നിങ്ങളുടെ ആധാരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഡോക്യുമെൻ്റ് നിങ്ങൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കേണ്ടതാണ്. പകർപ്പെടുക്കേണ്ടവർ, മുന്നാധാരത്തിൻ്റെ പകർപ്പുകളൊക്കെ എടുത്ത് സൂക്ഷിക്കേണ്ടവർ അതും കൃത്യമായിട്ട് ചെയ്യണം. ഇത് പറയാനുള്ളൊരു കാരണം, ബുധൻ കർക്കിടകത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പല നെഗറ്റീവായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുക, ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. ഈ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ചെയ്യണം, രേഖകൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. പിന്നെ ബാങ്കുകളുടെ ലോക്കറുകളിലും മറ്റും ആഭരണമോ രേഖകളോ സൂക്ഷിച്ചിട്ടുള്ളവർ അവയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. എന്ന് പറഞ്ഞാൽ അതൊന്ന് ചെന്ന് തുറന്ന് നോക്കണം, ഈ സാധനങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് അവിടെ ഉണ്ടോ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്വത്തിൻ്റെ ഭാഗം, ഈ പൈതൃക സ്വത്ത് വീതം വെക്കുമല്ലോ, അതിൻ്റെ ഭാഗം പണമായിട്ട് കൈമാറുകയാണെങ്കിൽ സാമ്പത്തിക ഇടപാടിന് കൃത്യമായിട്ട് രേഖകൾ സൂക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ പണം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പല ബന്ധുക്കളും നമ്മളോട് എതിർപ്പിന് വന്നേക്കാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനായിട്ട് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് രേഖകൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം, ലോക്കറിലുള്ള സാധനങ്ങൾ ഉറപ്പുവരുത്തണം, ഭൂമി രജിസ്ട്രേഷനൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് മകം മുതൽ തൃക്കേട്ട വരെയുള്ള വിവിധ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, നിങ്ങളുടെ ഒരു മുന്നറിവിനായിട്ട് ഇത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ബുധൻ നെഗറ്റീവായിട്ടുള്ളൊരു രാശിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലം, ചൊവ്വയുടെ ചില എഫക്റ്റുകൾ, വ്യാഴം ഉച്ചരാശിയിലായതുകൊണ്ട് ധനലാഭം ഉണ്ടാകും എന്നുള്ളത് ഒരു വശത്ത്, മറ്റ് ധനനഷ്ടം വരുന്ന യോഗങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇത് സൂചിപ്പിച്ചത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും സഹായിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ചാനലിൽ പ്രത്യേക കണ്ടൻറ്റ് വേണ്ടവരും നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള നിർദ്ദേശം വേണ്ടവരും ചാനലിലൊന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് മറുപടി തരാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ. നമസ്കാരം.